everyone, welcome to the session 2. So കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് ഇൻകം വരെയാണ് പറഞ്ഞത്. സോ ഈ ക്ലാസ്സിൽ നമുക്ക് ഹെഡ്സ് ഓഫ് ഇൻകം മുതൽ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഷാൽ വി ഗോ. സോ നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് ഓഫ് ഹെഡ്സ് ഓഫ് ഇൻകം, അതായത് ഇൻകത്തിൻ്റെ തരംതിരിപ്പ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ. ഇൻകം ടാക്സ് എങ്ങനെയാണ് ഇൻകത്തെ തരംതിരിച്ചിരിക്കുന്നത്? ഈ പറയുന്ന 5 കാറ്റഗറി ആയിട്ടാണ് ഇൻകം ടാക്സ് തരംതിരിച്ചിരിക്കുന്നത്. ഇൻകം ഫ്രം സാലറിയിൽ നിന്നുള്ള ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, റെൻറ്റ് പോലെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ദെൻ മൂന്നാമത്തെ കാര്യം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. അപ്പോൾ ബിസിനസ്സിൽ നിന്നോ അല്ലെങ്കിൽ പ്രൊഫഷനിൽ നിന്നോ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടം. നാലാമത്തെ കാറ്റഗറി ക്യാപിറ്റൽ ഗെയിൻസ്. ഇപ്പോൾ നമ്മൾ റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളാണ് ക്യാപിറ്റൽ ഗെയിൻസ്. അതായത് വലിയ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടൊക്കെ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളാണ്. അഞ്ചാമത്തെ പോയിൻ്റ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഈ 4 ഹെഡിലും വരാത്ത കാര്യങ്ങളെല്ലാം ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്നുള്ള കാര്യത്തിൽ കടന്നു വരും. ഈ 5 ഹെഡിനകത്തും വരുന്ന ഇൻകം മൊത്തത്തിൽ എടുക്കുമ്പോഴാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം നമുക്ക് കിട്ടുന്നത്. സെക്ഷൻ 80B സബ്സെക്ഷൻ 5 പറയുന്ന ഗ്രോസ് ടോട്ടൽ ഇൻകം. ദ അഗ്രിഗേറ്റ് ഇൻകം അണ്ടർ ദ ഫോളോയിങ് 5 ഹെഡ്സ് ഈസ് ടേംഡ് ആസ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഈ പറയുന്ന 5 ഹെഡിനകത്തുള്ള മുഴുവൻ ഇൻകം കൂടെ ചേർത്തിട്ടാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം കണക്ക് കൂട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം ഞാൻ പറഞ്ഞു, മുകളിലുള്ള 5 ഹെഡുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഇൻകം. ഇനി ഇവിടെ ഇൻകം ടാക്സിൻ്റെ നിയമപ്രകാരം, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞത് ഗ്രോസ് ടോട്ടൽ ഇൻകമാണ്. അതിൽ നിന്ന് നമുക്ക് നിയമപരമായിട്ട് പെർമിറ്റഡ് ആയിട്ടുള്ള കുറവുകൾ കുറച്ചതിന് ശേഷം ബാക്കിയുള്ള ഇൻകമാണ് ടാക്സബിൾ ഇൻകം. അഥവാ നേരത്തെ പറഞ്ഞ 5 ഹെഡുകളിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻകം മുഴുവനും കണക്ക് കൂട്ടും. അപ്പോൾ കിട്ടുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അതിൽ നിന്ന് നമ്മുടെ ഇൻകം ടാക്സ് ആക്ടിൻ്റെ സെക്ഷൻ 80C മുതൽ 80U വരെ പറയുന്ന ഡിഡക്ഷൻസ് അഥവാ ഇളവുകൾ കുറച്ചതിന് ശേഷം ബാക്കിയുള്ള ഇൻകമാണ് ടാക്സബിൾ ഇൻകം. സോ ടോട്ടൽ ഇൻകം ഈസ് ഈക്വൽ ടു ഗ്രോസ് ടോട്ടൽ ഇൻകം മൈനസ് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80. അപ്പോൾ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ 5 ഹെഡുകളിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും അനുവദനീയമായ കുറവുകൾ വരുത്തിയതാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് ഹൂ ഈസ് ആൻ അസസി. അസസി ആരാണോ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ളത് അവരാണ് അസസി എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഹൂ ഈസ് ലയബിൾ ടു പേ ടാക്സ് ഈസ് ടേംഡ് ആസ് അസസി. അപ്പോൾ ആരാണോ ടാക്സ് നൽകേണ്ടത് അവരാണ് അസസി. അസസി തന്നെ 3 കാറ്റഗറി ഉണ്ട്: ഓർഡിനറി അസസി, ഡീംഡ് അസസി ആൻഡ് അസസി ഇൻ ഡിഫോൾട്ട്. ഓർഡിനറി അസസി ഒരാൾ നിലവിൽ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥനാണെങ്കിൽ അയാൾ നമുക്ക് ഓർഡിനറി അസസി എന്ന് പറയാം. അല്ലെങ്കിൽ നിലവിലെ അസസ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ സാധാരണ അസസി ആരാണ് ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള വ്യക്തി അവരാണ് എന്തെന്ന് പറയുന്നത് സാധാരണ അസസി അല്ലെങ്കിൽ ഓർഡിനറി അസസി എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഈ പറയുന്ന 4 കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്. ഒന്ന്, എനി പേഴ്സൺ എഗെയിൻസ്റ്റ് ഹൂം സം പ്രൊസീഡിങ്സ് അണ്ടർ ദിസ് ആക്ട് ആർ ഗോയിങ് ഓൺ. അതായത് ഈ നിയമത്തിൻ്റെ കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതിൻ്റെ പ്രൊസീഡിങ്സ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നിയമപരമായിട്ട് അയാളുടെ ഇൻകം ടാക്സ് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾ ആര് തന്നെയാണ്? ഓർഡിനറി അസസിയാണ്. അല്ലെങ്കിൽ എനി പേഴ്സൺ ബൈ ഹൂം സം എമൗണ്ട് ഓഫ് ടാക്സ് ഓർ ഇൻട്രസ്റ്റ്, ഫൈൻ ഓർ പെനാൽറ്റീസ് പേയബിൾ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഇൻകം ടാക്സോ അല്ലെങ്കിൽ ഫൈനോ അതിൻ്റെ പെനാൽറ്റിയോ ഒക്കെ അടയ്ക്കാൻ അടയ്ക്കേണ്ട ആളാണെങ്കിൽ അയാളും ഓർഡിനറി അസസിയാണ്. ഓക്കെ, മൂന്നാമത്തത് എ പേഴ്സൺ എൻറ്റൈറ്റിൽഡ് ടു ക്ലെയിം റീഫണ്ട് വെൻ എക്സസ് ടാക്സ് ഹാസ് ബീൻ പെയ്ഡ്. അപ്പോൾ ഒരിക്കൽ ടാക്സ് കൂടുതൽ അടച്ചു പോയി, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് റീഫണ്ട് കിട്ടാൻ അല്ലെങ്കിൽ പിന്നീട് അത് തിരിച്ച് കിട്ടാൻ അർഹതയുണ്ടെങ്കിൽ അയാളും ഓർഡിനറി അസസി തന്നെയാണ്. ഇനി അതുപോലെ തന്നെ അങ്ങോട്ട് കൊടുക്കാനുണ്ടെങ്കിൽ, ഇൻകം ടാക്സ് അതോറിറ്റിക്ക് അങ്ങോട്ട് നമ്മൾ ക്യാഷ് കൊടുക്കാനുണ്ടെങ്കിൽ അതും എന്ത് തന്നെയാണ്? അങ്ങനെയുള്ള ആളുകളും ഓർഡിനറി അസസിയാണ്. എ പേഴ്സൺ എൻറ്റൈറ്റിൽഡ് ടു ക്ലെയിം എ പേഴ്സൺ ഹു സസ്റ്റൈൻഡ് എ ലോസ് ക്യാരി ഫോർവേഡ് സച്ച് ലോസ്. ഒരാൾക്കൊരു നഷ്ടം സംഭവിച്ചു, ആ നഷ്ടം അടുത്ത തവണ നികത്താം എന്നുള്ള രീതിക്ക് ഇരിക്കുന്ന ആളും ഓർഡിനറി അസസി തന്നെയാണ്. അഥവാ ഇൻകം ടാക്സിൽ കുറവ് സംഭവിച്ചു, അതിനെ അടുത്ത വർഷം കൊടുക്കണമെങ്കിൽ അയാളും ഓർഡിനറി അസസിയാണ്. രണ്ടാമത്തെ കാറ്റഗറിയാണ് ഡീംഡ് അസസി. ഡീംഡ് അസസി മീൻസ് ഇഫ് എ പേഴ്സൺ ലയബിൾ ടു പേ ടാക്സ് ഓൺ ദ ബിഹാഫ് ഓഫ് അനദർ. മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ട് ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ആളാണ് ഡീംഡ് അസസി. വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ടാണ് ഇയാൾ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനാവുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു മൈനറായിട്ടുള്ള ഒരു കുട്ടിക്ക് വേണ്ടി, 18 വയസ്സിൽ താഴെയുള്ള അല്ലെങ്കിൽ മൈനറായിട്ടുള്ള ഒരു കുട്ടിക്ക് വേണ്ടി ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ആളെ നമുക്ക് ഡീംഡ് അസസി എന്ന് പറയാം. അപ്പോൾ ഡീംഡ് അസസി എന്ന് പറയുന്നത് മൈനറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റാർക്കെങ്കിലും വേണ്ടിയാണ് ഉള്ള ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനാവുന്നതെങ്കിൽ അയാൾ ഡീംഡ് അസസിയാണ്.
മൂന്നാമത്തെ കാര്യം അസസി ഇൻ ഡിഫോൾട്ടാണ്. അതായത് ടാക്സ് അടയ്ക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഫൈനോ പെനാൽറ്റിയോ എന്തെങ്കിലും നിയമപരമായിട്ട് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അടയ്ക്കേണ്ട ഒരു കാര്യം അടയ്ക്കാത്ത ആളാണ് അസസി ഇൻ ഡിഫോൾട്ട്. വീഴ്ച വരുത്തിയ അസസിയാണ് അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് അസസ്മെൻറ്റ് ഇയർ. അസസ്മെൻറ്റ് ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും 1 ഏപ്രിൽ മുതൽ തുടങ്ങിയിട്ടുള്ള 12 മാസങ്ങളെ നമുക്ക് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയാം. അസസ്മെൻ്റ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമ്മൾ വിലയിരുത്തുന്നു, അഥവാ ഇൻകം ടാക്സ് കണക്ക് കൂട്ടുന്ന വർഷം. സോ ഈ വർഷമാണ് ഇൻകം ടാക്സ് നമ്മൾ കണക്ക് കൂട്ടുന്നതെങ്കിൽ അത് ഏത് വർഷത്തെ ഇൻകം ടാക്സ് ആയിരിക്കും? തീർച്ചയായും കഴിഞ്ഞ വർഷത്തെ ഇൻകം ടാക്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കണക്ക് കൂട്ടുന്ന വർഷം ഈ വർഷമാണെങ്കിൽ ഈ വർഷത്തെ നമുക്ക് അസസ്മെൻറ്റ് ഇയർ എന്ന് വിളിക്കാം. ഏത് വർഷത്തെ ഇൻകമാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് ആ വർഷത്തെ പ്രീവിയസ് ഇയർ, തൊട്ട് മുമ്പത്തെ വർഷം അഥവാ പ്രീവിയസ് ഇയർ എന്നും വിളിക്കാം. സോ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് പീരീഡ് ഓഫ് 12 മന്ത് കമൻസിങ് ഫ്രം 1 ഏപ്രിൽ ഫോർ എവറി ഇയർ അല്ലേ. അപ്പോൾ 1 ഏപ്രിലിൽ തുടങ്ങുന്ന എല്ലാ വർഷവും 1 ഏപ്രിൽ തുടങ്ങുന്ന 12 മാസങ്ങളെ അസസ്മെൻറ്റ് ഇയർ എന്നും അതിന് തൊട്ട് മുമ്പത്തെ വർഷത്തെ പ്രീവിയസ് ഇയർ എന്നും നമുക്ക് വിളിക്കാം. പ്രീവിയസ് ഇയറിലെ ഇൻകമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ വർഷം അസസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റ് പറയുന്നത് എല്ലാ വ്യക്തികളും ഇൻകം ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള എല്ലാ വ്യക്തികളും എന്ത് ചെയ്യണം? ഒരു റിട്ടേൺ ഫയൽ ചെയ്യണം. റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇൻകമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. ഗവൺമെൻറ്റിന് ആ വിവരങ്ങളെല്ലാം നൽകണം. അങ്ങനെ വിവരങ്ങൾ നൽകുന്നതിനാണ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്ന് നമ്മൾ പറയുന്നത്. അഥവാ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ഫോർമാറ്റ് ഇൻകം ടാക്സ് അതോറിറ്റി നൽകും. ആ ഫോർമാറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് ഇപ്പോൾ ഓൺലൈനായിട്ടാണ് കൂടുതലും നടക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിൻ്റെ പുതിയ സർക്കുലർ പ്രകാരം 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇൻകമുള്ള ആളുകൾ ഓൺലൈനായിട്ട് വേണം റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഈ റിട്ടേൺ ആരാണ് പ്രോസസ്സ് ചെയ്യുന്നത്? അത് ഇൻകം ടാക്സ് ഓഫീസറാണ് ആ റിട്ടേൺ എന്ത് ചെയ്യുന്നത്? പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ പ്രോസസ് മീൻസ് വിലയിരുത്തുന്നത്. അപ്പോൾ ആ വിലയിരുത്തലിന് നമ്മൾ പറയുന്ന പേരാണ് അസസ്മെൻറ്റ്. ഓക്കെ, അസസ് ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിക്ക് പറയുന്ന പേരാണ് അസസ്മെൻറ്റ്, വിലയിരുത്തുക എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള ഞാൻ ഇപ്പോൾ പറയുന്നത് ഈ കറണ്ട് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് 2021-22 അതായത് 2021 ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2022 മാർച്ച് 31 അവസാനിക്കുന്ന ഫിനാൻഷ്യൽ ഇയറിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഒരു കറണ്ട് അസസ്മെൻറ്റ് ഇയറായിട്ട് നമ്മളിപ്പോൾ പറയുന്നത് 2021-22 ദെൻ റിട്ടേൺ ഓഫ് ഇൻകം ഈസ് എ ഫോർമാറ്റ് വിച്ച് അസസി ഫർണിഷസ് ഇൻഫർമേഷൻ ടു ടാക്സബിൾ ഇൻകം. ഇപ്പോൾ റിട്ടേൺ ഓഫ് ഫയൽ അല്ലേ, റിട്ടേൺ ഓഫ് ഇൻകം അല്ലെങ്കിൽ ഫയലിംഗ് ഓഫ് റിട്ടേൺ എന്ന് പറയുമ്പോൾ അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിനകത്ത് കാണാം അസസി എന്ത് ചെയ്യാൻ അദ്ദേഹത്തിന് ചോദിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം അതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ 5 ലക്ഷത്തിന് മുകളിൽ ടാക്സ് ഉള്ള അല്ലെങ്കിൽ ഇൻകമുള്ള ആളുകൾ എന്ത് ചെയ്യണം? ഓൺലൈനായിട്ട് വേണം ഫയൽ ചെയ്യാനുള്ളതെന്നുള്ളതാണ് പുതിയ നിയമം. ദെൻ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ടൈംസ് നമുക്ക് നോക്കാം. പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് നമുക്കറിയാം അസസ്മെൻറ്റ് ഇയറിന് തൊട്ട് മുമ്പ് വരുന്ന വർഷം. ഓക്കെ, പ്രീവിയസ് ഇയർ ഈസ് ദ ഇയർ വിച്ച് ഈസ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ അസസ്മെൻറ്റ് ഇയർ. അസസ്മെൻറ്റ് ഇയറിന് തൊട്ട് മുമ്പ് വരുന്ന വർഷമാണ് എന്തെന്ന് പറയുന്നത്? പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് ആവറേജ് റേറ്റ് ഓഫ് ഇൻകം ടാക്സ് എന്നാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 10 പറയുന്നത്. അപ്പോൾ ആവറേജ് റേറ്റ് ശരാശരി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരാളുടെ ടോട്ടൽ ഇൻകം, ആ ടോട്ടൽ ഇൻകത്തിൻ്റെ എത്ര ശതമാനമാണ് അദ്ദേഹത്തിൻ്റെ ടാക്സ് എന്ന് നോക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ആവറേജ് റേറ്റ് ഓഫ് ഇൻകം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് 10 ലക്ഷം രൂപയാണ് അയാളുടെ ഇൻകം. ഓക്കെ, 10 ലക്ഷം രൂപയാണ്. ആ 10 ലക്ഷം രൂപയിൽ അയാൾ 1 ലക്ഷം രൂപയാണ് സപ്പോസ് ടാക്സ് അടയ്ക്കേണ്ടി വരുന്നതെങ്കിൽ ആ 1 ലക്ഷം എന്ന് പറയുന്നത് 10 ലക്ഷത്തിൻ്റെ എത്ര ശതമാനമാണ്? സോ 1 ലക്ഷം ഡിവൈഡഡ് ബൈ 10 ലക്ഷം ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 10% കിട്ടും. അതാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് റേറ്റ് ഓഫ് ഇൻകം ടാക്സ്. അഥവാ ടാക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു 100. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആവറേജ് ഇൻകം ടാക്സിൻ്റെ റേറ്റ് കിട്ടുന്നത്. അടുത്ത പോയിൻ്റ് പറഞ്ഞത് സർചാർജാണ്. അതായത് ഇൻകം ടാക്സ് അടയ്ക്കേണ്ട വ്യക്തികൾ അവരുടെ ഇൻകം 1 കോടി രൂപയ്ക്ക് മുകളിൽ പോവുകയാണെങ്കിൽ അവർ അഡീഷണലായിട്ട് അടയ്ക്കേണ്ട ചാർജാണ് സർചാർജ്. നിലവിലെ സർചാർജ് 10% ആണ്. അതിൽ എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. നെക്സ്റ്റ് മാക്സിമം മാർജിനൽ റേറ്റ്. നമ്മൾ ഓരോ സ്ലാബായിട്ടാണ് ഇൻകം ടാക്സിനെ എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നത്. അതായത് സപ്പോസ് നിലവിലുള്ള സ്കീം അനുസരിച്ച് 2,50,000 രൂപ മുതൽ 2,50,000 ടാക്സബിൾ അല്ല, 2,50,000 തൊട്ട് മുകളിലും കൂട്ടാം.
2,50,000 മുതൽ 5 ലക്ഷം വരെ 5% ടാക്സ് അടയ്ക്കണം. ദെൻ 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ 10%. ഇത്തരത്തിലാണ് ടാക്സിൻ്റെ സ്ലാബുകൾ പോകുന്നത്. അതിൽ ഏറ്റവും വലിയ റേറ്റ് ഏതാണോ അതാണ് മാക്സിമം മാർജിനൽ റേറ്റ് എന്ന് പറയുന്നത്. നിലവിലത് 30%. അതായത് ഏറ്റവും വലിയ സ്ലാബ്, ദാറ്റ് മീൻസ് ഇപ്പോൾ 10 ലക്ഷത്തിന് മുകളിൽ അല്ലെങ്കിൽ 20 ലക്ഷത്തിന് മുകളിലൊക്കെ ഒരാളുടെ ഇൻകം വരികയാണെങ്കിൽ അയാൾ 30% ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും വലിയ പെർസെൻറ്റേജ് ആയിട്ട് നിലവിൽ ഉള്ള റേറ്റാണ് മാക്സിമം മാർജിനൽ റേറ്റ്. അത് നിലവിൽ 30%. ഓക്കെ, സെക്ഷൻ 29C പ്രകാരം അതാണ് മാക്സിമം മാർജിനൽ റേറ്റ്. നെക്സ്റ്റ് പറയുന്നത് ബിസിനസ് ഓർ പ്രൊഫഷൻ ന്യൂലി സെറ്റപ്പ് ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ. ഇനി ഏതെങ്കിലും ഒരു ബിസിനസ് പുതുതായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ടാക്സ് അടയ്ക്കേണ്ട, അല്ലെങ്കിൽ അവരുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് എന്നാണോ തുടങ്ങിയത് അന്ന് മുതൽ 31 മാർച്ച് വരെയുള്ള സമയങ്ങളിലാണ് അവരെന്ത് ചെയ്യുന്നത്, അവർ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഏപ്രിൽ കഴിഞ്ഞിട്ട് ഏപ്രിൽ, മെയ്, ജൂൺ. സപ്പോസ് ഒരു ബിസിനസ് സ്ഥാപനം ജൂണിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ജൂണിൽ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ അവരുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ജൂൺ മുതൽ 31 മാർച്ച് വരെയാണ്, അടുത്ത 31 മാർച്ച് വരെയാണ്. ഓക്കെ, അപ്പോൾ ന്യൂലി സെറ്റപ്പ് ബിസിനസ് ഓർ പ്രൊഫഷൻ ആണെങ്കിൽ 1 ഏപ്രിൽ തുടങ്ങിയിട്ടില്ലെങ്കിൽ എന്നാണോ തുടങ്ങിയത് അന്ന് മുതലായിരിക്കും അവരെ എന്ത് ചെയ്യുന്നത്, അസസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പേഴ്സൺ. അപ്പോൾ പേഴ്സൻ്റെ കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു.